എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും സേവനങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചും മറ്റ് ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ഒരു ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അതുപോലെ എല്ലാവരും വീഡിയോ ഒന്ന് ആദ്യം തന്നെ ലൈക്ക് ചെയ്ത് വെക്കുക, എങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ ഒരു കോവിഡിൻ്റെ പ്രതിസന്ധി വന്നപ്പോൾ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി നിരവധി ആനുകൂല്യങ്ങളാണ് 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ട് നൽകിയിട്ടുള്ളത്. അതായത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സൗജന്യ കിറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു കാർഡിൻ്റെ നിറം നോക്കാതെ എല്ലാ കാർഡുകാർക്കും, എല്ലാ റേഷൻ കാർഡുകാർക്കും 4 മാസത്തേക്ക് സൗജന്യ കിറ്റിൻ്റെ വിതരണം പ്രഖ്യാപിച്ചു. അതിപ്പോൾ ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നിയമസഭാ ഇലക്ഷനാണ് വരാനുള്ളത്. അപ്പോൾ ഈ ഒരു നിയമസഭാ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ അടുത്ത പുതിയ 100 ദിന കർമ്മ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു യോഗം ഈ മാസം 24-ാം തീയതിയാണ് ചേരുന്നത്. അപ്പോൾ വീണ്ടും സാധാരണക്കാരായ ജനങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുകയാണ്. അപ്പോൾ ഈ മാസം 24-ാം തീയതി ആ ഒരു യോഗം ചേരുന്നതാണ്. അപ്പോൾ ആ ഒരു യോഗത്തിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഈ ഒരു സൗജന്യ കിറ്റിന് വിതരണം ഇനിയും നിങ്ങൾക്ക് 4 മാസം കൂടി ലഭിക്കും. അതായത് ഏപ്രിൽ മാസം വരെ ഈ ഒരു സൗജന്യ കിറ്റിന് വിതരണം അവർ നീട്ടാൻ ആലോചിക്കും എന്നൊരു കാര്യം ആ ഒരു യോഗത്തിൽ തീരുമാനിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ ക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ലാതെ എല്ലാ മാസവും വളരെ കൃത്യമായി വിതരണം ചെയ്യാനും അവർ ആ ഒരു യോഗത്തിൽ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ഷേമ പെൻഷനും നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിലവിൽ ലഭിക്കുന്ന റേഷൻ ആനുകൂല്യമുണ്ട്. അപ്പോൾ ആ ഒരു റേഷൻ ആനുകൂല്യം കറക്റ്റായിട്ട് കുറച്ചും കൂടിയും ആനുകൂല്യം ആ ഒരു യോഗത്തിൽ തീരുമാനിക്കും. അതായത് ഇപ്പോൾ ലഭിക്കുന്ന റേഷൻ ആനുകൂല്യം ഏപ്രിൽ മാസം വരെയുള്ളതിൽ കുറച്ചുകൂടി ആനുകൂല്യങ്ങൾ ഉൾപ്പെടുത്തി സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ആക്കാനും ആ ഒരു യോഗത്തിൽ അവർ തീരുമാനിക്കുന്നതായിരിക്കും. അപ്പോൾ നിരവധി ആനുകൂല്യങ്ങളാണ് ഈ ഒരു ജനുവരി മാസത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ആ ഒരു യോഗത്തിൽ 100 ദിന പുതിയ കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രഖ്യാപിക്കുക. എന്തായാലും ആ യോഗം കഴിഞ്ഞതിന് ശേഷം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം മറ്റുള്ള ആളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. പുതിയ നല്ല ഇൻഫർമേഷൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ കണ്ടുപിട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.